ബെയിലിനെ സംബന്ധിച്ച് സുപ്രീം കോർട്ടിൻ്റെ ഒരു അടിപൊളി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. സുപ്രീം കോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബെയിൽ ആപ്ലിക്കേഷൻ കോർട്ടിൽ ഏത് ദിവസമാണോ കേൾക്കുന്നത് ആ ദിവസം തന്നെ ബെയിലിന് ഒരു ഓർഡർ പാസ് ചെയ്യണമെന്നുള്ളതാണ്. ഏത് കോർട്ടാണോ കേൾക്കുന്നത് ആ കോർട്ട്. അല്ല എങ്കിൽ മാക്സിമം ബൈ നെക്സ്റ്റ് ഡേ, അതായത് നെക്സ്റ്റ് ഡേക്കെങ്കിലും ഓർഡർ വന്നിരിക്കണം എന്നുള്ളതാണ് ബെയിലിൻ്റെ. ഇനി ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ, സെയിം ഡേ എന്നാണോ കോർട്ട് ഓർഡർ പാസ് ചെയ്യുന്നത് ബെയിൽ ആപ്ലിക്കേഷനിൽ, ആ ദിവസം തന്നെ അത് ജയിൽ അതോറിറ്റീസിനോട് പറഞ്ഞ് കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി പല കേസസിലും എക്വിറ്റലാണെങ്കിലും ബെയിലാണെങ്കിലും വേറെ ഏതെങ്കിലും ഓർഡർ കിട്ടിയിട്ട് ഒരാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടൂ എന്ന് ഓർഡർ കോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ആ ദിവസം തന്നെ വിടാറില്ല. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാണെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള വകുപ്പ് ഇല്ല അവർക്ക്, സാധാരണ അങ്ങനെ നടത്താറില്ല. അപ്പോൾ സുപ്രീം കോർട്ട് ഈ ജഡ്ജ്മെൻറ്റ് കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലത്തെ അവസ്ഥയിലുള്ള ആളുകളാണെങ്കിലും, അതിപ്പോൾ എക്വിറ്റൽ ഓർഡേഴ്സ് ആണെങ്കിലും ബെയിൽ ആപ്ലിക്കേഷൻ പാസ് ചെയ്തിട്ടുള്ള ബെയിലിൻ്റെ ഓർഡേഴ്സ് ആണെങ്കിലും അതേ ദിവസം തന്നെ ഈ ഓർഡർ പാസ് ചെയ്യുന്ന സെയിം ഡേ ജയിലിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർക്കത് അവരുടെ റൈറ്റാണത്. അതായത് ജയിലിൽ കിടക്കുന്ന ഒരു ആളുടെ റൈറ്റ്സാണ് ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ബെയിൽ കിട്ടിയാലും ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, അതിനും സമയമെടുക്കും. അപ്പോൾ ഇതിനൊന്നും സമയമെടുക്കേണ്ട കാര്യമില്ല, അത് അവരുടെ അവകാശമാണ് എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ വണ്ടർഫുൾ ജഡ്ജ്മെൻറ്റ്. അപ്പം ഇതുപോലെ പല കേസസിലും ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടും ബെയിൽ ആപ്ലിക്കേഷൻ്റെ നടത്തിയിട്ട് അതിൽ ഓർഡർ കിട്ടിയിട്ടും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഒത്തിരി സ്ഥലത്തുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ജഡ്ജ്മെൻറ്റ് അടിപൊളിയാണ് കേട്ടോ. സോ ഇതുപോലെ കിടന്ന് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഓൾറൈറ്റ്, ബൈ.